അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്നത്തെയും പോലെ തന്നെ രാവിലെ ഡ്യൂട്ടിക്ക് പോവാണേ. വണ്ടിയൊക്കെ എടുത്ത് രണ്ടടിയൊക്കെ അടിച്ച് വണ്ടി സ്റ്റാർട്ടായി. ഇവിടെ മെയിൻ ആളെത്തിയേ. സന്തോഷം വരുമ്പോൾ അമ്മ ഇടയ്ക്ക് ഡാൻസൊക്കെ കളിക്കാറുണ്ട്. അത് കഴിഞ്ഞ് നേരെ സ്റ്റോറിലെത്തി രാവിലെ ഓപ്പണിംഗ് ആയിരുന്നു. കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ചെയ്ത് തീർത്തിട്ട് ചുമ്മാ ഇരിക്കുമായിരുന്നു. അങ്ങനെയല്ല, വർക്കെല്ലാം കഴിഞ്ഞിട്ട് ചുമ്മാ ഇരിക്കുമായിരുന്നേ. അങ്ങനെ ചുമ്മാ പുറത്തോട്ട് നോക്കിയപ്പോഴാണ് വണ്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ടത്. അങ്ങനെ വണ്ടി ചുമ്മാ നോക്കിയിരിക്കാൻ വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പം ഓർക്കാപ്പുറത്തൊരു വിളി, ഇതേടാ ഞാൻ അങ്ങോട്ട് വരുന്നെന്ന്. പുറത്തിറങ്ങി നോക്കാനും ദൈവത്തും വണ്ടി എടുത്ത് എത്തിക്കഴിഞ്ഞു. എന്തിനാണോ കൂട്ടുകാരനെ കണ്ടിട്ട് കുറേ നാളായിരുന്നേ. അപ്പം അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉച്ചവശപ്പടിച്ച് നേരെ ഫുഡ് മേടിക്കാൻ ഇറങ്ങി കേട്ടോ. ബീഫ് ബിരിയാണി മേടിക്കാമെന്ന് വെച്ചു. അങ്ങനെ ബീഫ് ബിരിയാണി കിട്ടി. നേരെ ഇനി ഇവിടെ വന്ന് കഴിക്കാമെന്ന് വെച്ചു. ഇവരെന്താ കാണിക്കുന്നതെന്ന് ഇവനെ തന്നെ അറിയത്തില്ല. അതുകൊണ്ട് ഞാനും അവനെ പ്രത്യേകിച്ചൊന്നും ചോദിക്കാനും പോയൊക്കെ ചെയ്തിട്ട് വൈകിട്ട് ചായയുടെ കുടിച്ചില്ലെങ്കിൽ മോശമല്ലേ. അതുകൊണ്ട് സ്ഥിരം പരിപാടി എപ്പോഴത്തെ പോലെ തന്നെ വൈകിട്ട് ചായ കുടിക്കുക ഇറങ്ങി കേട്ടോ. ഏരക്ക ചായ പറഞ്ഞ് വൈകിട്ടായപ്പോഴത്തേക്ക് ഒടുക്കത്തെ കാണുന്നത്. എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ കുഴപ്പമില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. പുറത്താണേ ഒടുക്കത്തെ മഴയും. ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങാൻ നോക്കാനും പുറത്ത് ഒടുക്കത്തെ മഴ. എനിക്ക് വിചാരിച്ച് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് പോകാമെന്ന്. വേറൊന്നുമല്ല, വെറുതെ നനഞ്ഞ് വീട്ടിലെത്തണ്ടല്ലോ. വീട്ടിലെത്തിയപ്പോഴോ നല്ല വിശന്നായിരുന്നു വന്നേ. നോക്കാരെന്താ മധുരക്കിഴങ്ങും ചമ്മന്തിയും കഴിക്കാൻ, അത് ഈ മഴയത്ത്. ആഹാ, കട്ടൻ കാപ്പി കുറേ വരുന്നുണ്ടേ.